ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയ സെറ്റ്സിലെ 2022 ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് എ ഈസ് എനി സെറ്റ് ദെൻ എ ഇന്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ഓപ്ഷൻസ് എ 5 എ ഡാഷ് യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എ ഇന്റർസെക്ഷൻ എ ഡാഷ്. എ എന്നൊരു സെറ്റ് നമ്മൾ എടുക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് സെറ്റ് 1 2 3 4. എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്സ്, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സുകളാണ് നമ്മൾ എ ഡാഷ് എന്ന സെറ്റിൽ എഴുതുക. അതായത് എ ഡാഷ് എന്ന സെറ്റിൽ 1 2 3 4 എന്നീ എലമെന്റ്സുകൾ ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ എയിലും എ ഡാഷിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകളാണ് നമ്മൾ ഇന്റർസെക്ഷൻ ഓപ്പറേഷനിൽ, അതായത് എ ഇന്റർസെക്ഷൻ എ ഡാഷിൽ എഴുതുന്നത്. അപ്പൊ എയിലും എ ഡാഷിലും ഒരു എലമെന്റ്സും ഒരുപോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ എ ഡാഷ് എന്നതൊരു എംപ്റ്റി സെറ്റ് ആയിരിക്കും. എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കുന്നതാണ് 5 എന്ന സിമ്പൽ. അപ്പോൾ എ ഇന്റർസെക്ഷൻ എ ഡാഷ് എന്നത് 5 ആണ്, അഥവാ എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. റൈറ്റ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് എ. എ എന്ന സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. 3ൽ കുറഞ്ഞ എണ്ണൽ സംഖ്യകളാണ് എ എന്ന സെറ്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ റോസ്റ്റർ ഫോം എങ്ങനെ എഴുതാം? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താണ്? എ എന്ന സെറ്റിലെ എലമെന്റ്സിനെ 2 ബ്രേസസിന്റെ ഉള്ളിൽ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന ഫോമാണ് റോസ്റ്റർ ഫോം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. ഏതൊക്കെയാണ് എണ്ണൽ സംഖ്യകൾ? 1 2 3 4 5 6 എക്സെട്ര. ഇവയാണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ 3ൽ കുറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് എ. എന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാം. ആദ്യത്തെ സബ്സെറ്റ് എപ്പോഴും ഏതായിരിക്കും? എംപ്റ്റി സെറ്റ് അഥവാ 5 എന്ന സെറ്റ് ആയിരിക്കും. ഇനി ആദ്യം ഓരോ എലമെന്റ്സ് വീതം സെറ്റിന്റെ ഉള്ളിലാക്കി എഴുതാം. സെറ്റ് 1, സെറ്റ് 2, ഇനി സെറ്റ് 1 2. ഇത്രയുമാണ് എ എന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ. നമുക്കറിയാം സബ്സെറ്റുകളുടെ എണ്ണം നോക്കാൻ എന്ത് ചെയ്താൽ മതി? 2 m. അതാണ് ഇക്വേഷൻ. ഈ m എന്ന് പറയുന്നത് എന്താണ്? ആ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണമാണ്. അപ്പൊ എ എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2. അപ്പൊ 2 അത്രയും സബ്സെറ്റുകളാണ് എ എന്ന സെറ്റിന് ഉണ്ടാവുക. 2 എന്താണ്? 4. അതായത് 4 സബ്സെറ്റ്സ് ആണ് എ എന്ന സെറ്റിന് ഉണ്ടാവുക. ആ 4 സബ്സെറ്റുകളാണ് ഇവ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഇന്റർവെൽ ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെല്ലും ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നിവയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇങ്ങനെയുള്ള ബ്രാക്കറ്റ്സിനെയാണ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ് എന്നാണ് പറയുക. ഈ ഓപ്പൺ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുക ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ വരുന്ന സമയത്താണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പൊ ഇത് എങ്ങനെയാണ് ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് എഴുതുക? -4 ശേഷം ലെസ് ദാൻ ആണ് വന്നിട്ടുള്ളത്. ലെസ് ദാൻ വരുമ്പോൾ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഓപ്പൺ ബ്രാക്കറ്റ് -4 കോമ. ഇനി 5ന്റെ അടുത്തായിട്ടുള്ളത് ഏതാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ 5ന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സപ്പോസ് നമുക്ക് തന്നിരുന്നത് -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരുന്നെങ്കിലോ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് -4 കോമ 5 ക്ലോസ്ഡ് ബ്രാക്കറ്റ്, രണ്ടും ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആവുമായിരുന്നു. ഇനി -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 ആയിരുന്നെങ്കിലോ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് -4 കോമ 5 ഓപ്പൺ ബ്രാക്കറ്റ്. കാരണം എന്താണ്? ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് വന്നത്. ഇങ്ങനെയാണ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ബ്രാക്കറ്റ്സും നമ്മുടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഇവ തമ്മിലുള്ള ബന്ധം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇഫ് യു ഈക്വൽ ടു, അതായത് യൂണിവേഴ്സൽ സെറ്റ്, സെറ്റ് 1 2 3 4 5 6 7, സെറ്റ് എ ഈക്വൽ ടു
2, 3, 4, 6. Set B equal to 3, 4, 5. Then verify A union B whole dash equal to A dash intersection B dash. നമുക്കറിയാം A union B whole dash ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിനെ ഡിമോർഗൻസ് ലോ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? നമുക്ക് ഇവിടെ എ ബി യൂണിവേഴ്സൽ സെറ്റ് എന്നിവ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എ യൂണിയൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിക്കും. ഈ രണ്ട് സെറ്റും ഒരുപോലെയാണ് വന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് എ യൂണിയൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റ് 1, 2, 3, 4, 5, 6, 7. ഇനി എ എന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റ് 2, 3, 4, 6. ഇനി ബി എന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 3, 4, 5. ഇനി ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ്. നമുക്ക് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എന്താണ് യൂണിയൻ ഓപ്പറേഷന്റെ പ്രത്യേകത? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ 2 എഴുതി, 3, 4, 6. ഇനി ബിയില് 3 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 4 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ 5. എ യൂണിയൻ ബി എന്നത് എന്താണ് വന്നത്? 2, 3, 4, 6, 5. ഇനി എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്താണ്? കോംപ്ലിമെന്റ് ലോ. കോംപ്ലിമെന്റ് ലോന്റെ പ്രത്യേകത എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അപ്പൊ നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 7 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. എ യൂണിയൻ ബി എന്ന സെറ്റിൽ 2, 3, 4, 6, 5. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം, എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട്, എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ല. 2, 3, 4, 5, 6 എന്നിവ എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഉണ്ട്. അതുകൊണ്ട് അവ നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കില്ല. അടുത്തതായി 7 നമുക്ക് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട്, എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ല. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 1, 7. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എ ഡാഷ് കണ്ടുപിടിക്കാം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം, എ എന്ന സെറ്റിൽ ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം, എ എന്ന സെറ്റിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, പിന്നെ 2, 3, 4, 6 എന്നിവ എ എന്ന സെറ്റിൽ ഉണ്ട്. അതല്ലാത്ത എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 5ഉം 7ഉം. ഇനി ബി ഡാഷ്, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം, ബി എന്ന സെറ്റിൽ ഉണ്ടാവരുത്. ബി എന്ന സെറ്റിലുള്ള എലമെന്റ്സുകൾ 3, 4, 5. അതല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? സെറ്റ് 1, 2, 6, 7. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, അതായത് എ ഡാഷ് എന്ന സെറ്റിലും ബി ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1, 5, 7 ആണ് എ ഡാഷിലുള്ള എലമെന്റ്സ്. ബി ഡാഷിൽ 1, 2, 6, 7 എന്നിവയാണ്. അപ്പോൾ എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 7ഉം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എ യൂണിയൻ ബി ഹോൾ ഡാഷ് നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? സെറ്റ് 1, 7 ആണ്. അതുപോലെ തന്നെ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്താണ് കിട്ടിയത്? അതും സെറ്റ് 1, 7 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണെന്ന് പറയാം. അടുത്ത ചോദ്യം, if A and B are two events such that P of A equal to 0.54, P of B equal to 0.69 and P of A intersection B equal to 0.35, then find P of A or B, P of not A and not B. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? P of A തന്നിട്ടുണ്ട് 0.54, P of B തന്നിട്ടുണ്ട് 0.69, P of A ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 0.35. ഇനി ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പി ഓഫ് എ ഓർ ബി. നമുക്കറിയാം ഓർ വരുന്ന സമയത്ത് ഏത് ഓപ്പറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? യൂണിയൻ ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ എൻ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ്, അതായത് എ യൂണിയൻ ബി എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, എ എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, ബി എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, എ ഇന്റർസെക്ഷൻ ബി എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ പി ഇട്ട് കൊടുക്കുകയാണ്. പി എന്ന് ഉദ്ദേശിക്കുന്ന പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട് 0.54, പ്രോബബിലിറ്റി ഓഫ് ബി 0.69 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.35 ഈക്വൽ ടു, ഇനി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ 0.88 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ടിനെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ഓപ്പറേഷനിലേക്ക് മാറ്റുക? പി ഓഫ് എ ഡാഷ് ആൻഡിന് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നമുക്കറിയാം ഡിമോർഗൻസ് ലോ പ്രകാരം നമ്മൾ എങ്ങനെയാ എഴുതുക? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇനി ഇവിടെ പി ഓഫ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണെന്ന് കിട്ടും. ഇനി നമുക്കറിയാം എ യൂണിയൻ ബി ഹോൾ ഡാഷ് കോംപ്ലിമെന്റ് ലോ പ്രകാരം എങ്ങനെയാണ്? എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. ഇവിടെ നമ്മൾ പി ഓഫ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പി ഓഫ് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും 1 ആയിരിക്കും. മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.88. അപ്പോൾ 1 മൈനസ് 0.88 എത്ര വരും? 0.12. അപ്പോൾ പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറയുന്നത് 0.12. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2023 +1 ഫൈനൽ എക്സാമിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്